ആദരണീയനായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ രാജ്യത്തിൽ സദസ്സിൽ വേദിയിലും സദസ്സിലിരിക്കുന്ന ആദ്യമായി എൻ്റെ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പതഞ്ജല യോഗസൂത്ര പഠനം എന്നൊരു ആശയം അവതരിപ്പിച്ചത് തന്നെ നമ്മുടെ കുലഗുരുവായിട്ടുള്ള പ്രമോദാനന്ദ സ്വാമിയാണ്. ഏറ്റവും കാലികമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നീഡ് ഓഫ് ദി അവർ എന്ന് യോഗത്തിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട്. പതഞ്ജലി യോഗസൂത്ര എന്നെ ഇവിടെ ഞാൻ നിൽക്കുന്നത് യോഗദർശനത്തെക്കുറിച്ച് പറയാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിഷയം അധികം മാറിപ്പോകുന്നില്ല. ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദർശനം, അതിന് സമാനമായ ഇംഗ്ലീഷ് വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിലോസഫി എന്നാണ്. എങ്കിലും ദർശനം എന്നുള്ള വാക്കിന് അതിൻ്റെതായ അർത്ഥമുണ്ട്. ദൃശ്യതയെ അനേകരീതി ദർശനം എന്നാണ് അതിൻ്റെ നിരുത്തി. കാഴ്ചപ്പാട്, പ്രപഞ്ചത്തെ പറ്റിയുള്ള, ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, എല്ലാത്തിനെ പറ്റിയുള്ള. പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രദർശന പഞ്ചായി തിരിഞ്ഞതുകൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, എല്ലാത്തിനെ കുറിച്ചും നന്മയായിട്ടുള്ളതിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചുമുള്ള കാഴ്ചപ്പാടിനെയാണ് ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ പല ദർശനങ്ങളുണ്ട്. നമുക്ക് ഭാരതത്തിൻ്റെ പരമ്പരാഗതമായ കാര്യമെടുത്താൽ തന്നെ ദർശനങ്ങൾ അനവധിയാണ്. അപ്പോൾ ദർശനങ്ങൾ രൂപപ്പെട്ടു വന്നത് ആദ്യകാലത്ത് വേദങ്ങളായിരുന്നു. വേദങ്ങൾ പിന്നെ പഠിപ്പിക്കപ്പെടാനായിട്ട് ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. അത് കഴിഞ്ഞിട്ടാണ് ഉപനിഷത്തുകൾ വരുന്നത്. ഉപനിഷത്തുകളിലും വേദങ്ങളിൽ പോലും നമുക്ക് ഈ ദർശനത്തിൻ്റെ ഛായകൾ കാണാം. അവിടെ നിന്നാണ് പിന്നീട് ദർശനത്തിലേക്ക് ഭാരതീയ ചിന്ത വളരുന്നത്. അപ്പൊ അങ്ങനെ വളർന്നപ്പോഴാണ് ഈ ദർശനങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് ഓരോ കാഴ്ചപ്പാട് അത് വൈവിധ്യമുള്ളതാണ്. നമുക്കറിയാം, സാഖ്യം, യോഗം, ചാർവാകം, വൈശേഷികം, മീമാംസ, ഉത്തരമീമാംസ, ബൗദ്ധം, ജൈനം. ഇതിനെ പ്രാഥമികമായി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആസ്തിക ദർശനങ്ങളെന്നും നാസ്തിക ദർശനങ്ങളെന്നും. അത് നമ്മൾ കേട്ട് ഞെട്ടുകയെന്നും വേണ്ട, ദൈവമുണ്ടോ എന്നുള്ള ചർച്ചയൊന്നും വേണ്ട അവിടെ നടന്നത്. വേദത്തെ അംഗീകരിക്കുന്നുണ്ടോ അതെല്ലാം ആസ്തിക ദർശനങ്ങളും, വേദത്തെ അംഗീകരിക്കാത്ത ദർശനങ്ങളെ നാസ്തിക ദർശനങ്ങളും പറഞ്ഞുകൊണ്ട് അത് വെറുതെ ഒരു കാറ്റഗറൈസേഷൻ. ബൗദ്ധം ജൈനമൊക്കെയാണ് പ്രധാനപ്പെട്ട, ചാർവാകം ബൗദ്ധം ജൈനമൊക്കെ പ്രധാനപ്പെട്ട നാസ്തിക ദർശനങ്ങളായി അറിയപ്പെട്ടത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാഴ്ചപ്പാടാണ് ദർശനം. ആ ദർശനം ഈ പറഞ്ഞ എല്ലാ ഭാരതത്തിൽ വികസിച്ചു വന്ന എല്ലാ ദർശനങ്ങൾക്കും അതിൻ്റെതായ തനിമയോടുകൂടിയ കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും സംവാദങ്ങളും നടന്നിരുന്നു. ചരിത്രത്തിന്റെ പല ഘട്ടത്തിലും പല ദർശനത്തിലും നേരത്തെ വന്നിരുന്ന കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യത്തതും ഏറ്റവും പ്രാമാണികവുമായ ദർശനം പറയപ്പെടുന്നത് സാഖ്യദർശനം എന്നാണ്. സാഖ്യദർശനം കപില മഹർഷി എഴുതി എന്നാണ്, കപില മഹർഷിയുടെ സംഭാവന എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ പിന്നീടുള്ള ചരിത്ര ഗണങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കപിലൻ എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിനെ ആക്ഷേപിച്ച് ഉച്ചരിച്ചതാണ് എന്ന് പലയിടത്തും കണ്ടിട്ടുണ്ട്. കപി എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. അപ്പൊ കപിലൻ എന്ന് അദ്ദേഹത്തിനെ ആക്ഷേപിച്ചതായി പോലും പറയുന്നുണ്ട്. അപ്പം ആലോചിച്ചത് എന്തുമാത്രം ചർച്ചകളും സംവാദങ്ങളും ഡിബേറ്റുകളും നടന്നിട്ടുണ്ടാവും. പക്ഷെ സാഖ്യനെ അംഗീകരിക്കാത്ത ആരുമില്ല. ഈ സാഖ്യം നേരത്തെ പറഞ്ഞതുപോലെ സാഖ്യം അതിൻ്റെതായ രീതിയിൽ ആദ്യം വളർന്നു വന്നപ്പോൾ സാഖ്യത്തിലെ വിളവ് മാധവക്കുട്ടി സാറ് പറഞ്ഞതുപോലെ പ്രകൃതി പുരുഷനെയാണ് ആദ്യം വിരോധിച്ചത്. അപ്പൊ ഞാൻ ആദ്യം സാഖ്യം പറയാം, തുടക്കത്തിൽ തന്നെ പറയാം. സാഖ്യം 25 തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ 25 തത്വങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ എല്ലാമായി ആ ആളിന് ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടും.
സാഖ്യകാരിക തുടങ്ങുന്നത് തന്നെ രണ്ടാമത്തെ പദ്യത്തിൽ ഹേയം ദുഃഖം അനാഗതം. ദുഃഖം ഏതൊക്കെയാണ്? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ഈ ദുഃഖങ്ങളെയെല്ലാം, വരാനിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിനുള്ള ഉപാധിയായിട്ടാണ് സാഖ്യം തുടങ്ങുന്നത്. അപ്പൊ അതിന് 25 തത്വങ്ങൾ. അപ്പൊ ആ തത്വത്തിലെ ആദ്യത്തെ തത്വമാണ് മൂലപ്രകൃതി. പ്രകൃതി എന്നല്ല, മൂലപ്രകൃതി. അതിന് ഇംഗ്ലീഷ് ഇതിലൊക്കെ റൂട്ട് പ്രകൃതി എന്നൊക്കെ പലരും ട്രാൻസ്ലേറ്റ് ചെയ്യും. മൂലം എന്നുള്ള വാക്കിന് റൂട്ട് എന്നൊക്കെ എടുത്തിട്ട് മൂലപ്രകൃതി. അവിടെ മാത്രമാണ് ഒരു പരാമർശമുള്ളത്. മൂലപ്രകൃതിയുടെ അഭിവൃദ്ധി. മൂലപ്രകൃതി മാറ്റമില്ലാത്തതാണ്. ആ മൂലപ്രകൃതിയിൽ മാറ്റമുണ്ടായപ്പോഴാണ് ബാക്കി എല്ലാം വന്നത്. സാഖ്യന്റെ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിലും സാഖ്യന്റെ പരിണാമ സിദ്ധാന്തമാണ് ബാക്കി എല്ലാവരും എടുത്തത്. വേദാന്തികളും അതെടുത്തിട്ടുണ്ട്. വേദാന്തികൾക്ക് ഈ പ്രപഞ്ച ഉൽപ്പത്തിക്ക് വേറൊരു മാർഗമില്ല. അവർ സാഖ്യനെയാണ്, പിന്നീട് സാഖ്യനെയൊക്കെ തള്ളി പറയുമെങ്കിലും സാഖ്യനെയാണ് ഈ സാഖ്യന്റെ പരിണാമവാദം എന്ന് പറയും. പ്രപഞ്ച ഉൽപ്പത്തി തിയറി സാഖ്യന്റെ തന്നെ എടുത്തിരിക്കുന്നത്. അത് മൂല്യപ്രകൃതിയിൽ നിന്ന് ആദ്യം ഉണ്ടായി വന്നത് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ വെറുതെ പറയുന്നതേ. ആദ്യം ഉണ്ടായി വന്നത് മൂല്യപ്രകൃതിയിൽ നിന്ന് അറിയില്ല. ഇത്രയും വലിയ യോഗ എല്ലാവരും അറിയാം. ആരും പറയാത്തതാണെന്ന് എനിക്കറിയാം. മൂല്യപ്രകൃതിയിൽ നിന്ന് ആദ്യം ഉണ്ടായി വന്നത് മഹത് തത്വം. മഹത് തത്വം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ബുദ്ധി തത്വം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയും, ബോധം. അപ്പൊ ആദ്യം ബോധതത്വം. മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതിയെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിലും നിറഞ്ഞു നിന്ന സൃഷ്ടിക്ക് മുമ്പുള്ള അവ്യക്തമായ വ്യക്തതയില്ലാത്തതായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനെയാണ് മൂലപ്രകൃതി. ആ മൂലപ്രകൃതിയിൽ നിന്ന് എങ്ങനെയോ ഒരു ചലനമുണ്ടായിട്ട് ആദ്യം ബുദ്ധിതത്വം ഉണ്ടായി. ആ ചലനം അതിനകത്ത് തന്നെ രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ സാഖ്യവാദികളൊക്കെ അതാണ് ബിഗ് ബാങ് തിയറി അന്നത്തെ രീതിയിൽ പറഞ്ഞതാണെന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇരിക്കട്ടെ. എങ്കിലും മൂലപ്രകൃതിക്കകത്ത് തന്നെ ഒരു ചലനമുണ്ടായിട്ട് സൃഷ്ടി പ്രക്രിയ ആരംഭിച്ചു. ആദ്യം ഉണ്ടായത് ബോധമാണ്, കോൺഷ്യസ്നസ്. ആ ബോധത്തിന് താനാണോ മറ്റേതാണോ നടന്നത്? ഒരു ബോധം ഉണ്ടായി വന്നു. പ്ലസ് ആണെന്നോ നെഗറ്റീവ് ആണെന്നോ ശരിക്കും പറയാൻ പറ്റാത്ത ബോധം. അത് കഴിഞ്ഞിട്ട് ആ മഹത് തത്വത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലാണ് എന്തുണ്ടായി വരുന്നത്? അഹം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളൊരു ബോധം ഉണ്ടായി വരുന്നു. ആദ്യം പ്രാപഞ്ചിക ബോധം ഉണ്ടാവുന്നു. ആ ബോധത്തിൽ ഞാൻ എന്നൊരു ബോധം, ഞാൻ എന്നത് തിരിച്ചറിയാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു സെല്ല് ആദ്യമായി പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങൾ സങ്കല്പിക്കുക. ആ സെല്ലെങ്ങനെയാണ്, സെല്ലിനൊരു കവർ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ജൈവശാസ്ത്രജ്ഞന്മാരും 10-20 കൊല്ലം ഗവേഷണം നടത്തി. അത് നമുക്ക് ട്രൈപ്പറത്തിന് വേറെ ഇറങ്ങിയത്. അപ്പോൾ അതിനകത്തിരിക്കുമ്പോൾ ആ സെല്ലിനകത്ത് ഒരു പ്രോട്ടോപ്ലാസം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു സെല്ല് വന്നപ്പോൾ എന്തോ അടുത്ത് വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതോടുകൂടിയാണ് ഈ അഹബോധം ഉണ്ടാകുന്നത്. ഒരു സെല്ലിന്റെ അടുത്ത് വേറൊരു സെല്ല് കൊടുത്ത് അടുത്തൊന്ന് വന്നിട്ടുണ്ട്. അത് നമ്മളെ സ്നേഹിക്കാനാണോ വിരോധിക്കാനാണോ എന്ന് അറിഞ്ഞൂല. ആ അറിവ്, ആദ്യത്തെ അറിവ്, അപ്പോഴാണ് അഹംബോധം ഉണ്ടായി വരുന്നത്. അഹംബോധത്തിന് പിന്നീട് എന്താ? പ്രകൃതി, മഹത്ത്, അഹങ്കാരം, പിന്നെ നമുക്കെല്ലാം പറയാൻ വരുന്നുണ്ട്. പഞ്ചമഹാഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ. തന്മാത്ര എന്ന് പറഞ്ഞാൽ തന്മാത്ര. അതിന് തന്മാത്ര എന്നുള്ളതിൽ ഇത്തിരി എളുപ്പത്തിൽ ഇപ്പോൾ പറയാൻ പറ്റും. ക്വാണ്ടം എന്നുള്ള വാക്കുള്ളത്. കാര്യം ഒരു വസ്തുവിനെ ഇങ്ങനെ മുറിച്ച് അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടിയ അദൃശ്യമായ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കളിയും എല്ലാ സ്വഭാവം. അതിന് തന്മാത്ര എന്ന് പറയാം. ആ തന്മാത്ര 5 തന്മാത്രകളുണ്ടായി. ആ തന്മാത്രയിൽ നിന്നാണ് പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചമഹാഭൂതത്തിലെ ഘടനകളൊക്കെ വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞിട്ടെന്താ? പഞ്ചമാത്രകൾ, പഞ്ചമഹാഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതെല്ലാം ഉണ്ടാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളായപ്പോൾ 24 തത്വങ്ങൾ ഉണ്ടായി വന്നു എന്നാണ്. അവിടെ സാങ്കേതിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ വ്യക്തമാക്കാൻ വിചാരിക്കുന്നത്. ഈ 25 തത്വങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മഹത് ബോധതത്വം മുതൽ മനസ്സ് വരെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും വരെയുള്ള എല്ലാ തത്വങ്ങളും ഉണ്ടായി വന്നപ്പോൾ അതിൻ്റെ സംയോഗം കൊണ്ടാണ് പുരുഷൻ ഉണ്ടായത് എന്ന് സാഖ്യം പറയുന്നു.
ഈ സാഖ്യം ഈ പറയുന്നത് ആയുർവേദ ഗ്രന്ഥത്തിൽ നിന്ന് മാത്രമേ നമുക്കൊന്ന് കണ്ടുകിട്ടാനുള്ളൂ. കാര്യം പിന്നീട് നമ്മൾ ഇന്ന് നമുക്ക് കിട്ടുന്ന സാഖ്യകാരിക എന്ന് പറയുന്ന ഈശ്വരകൃഷ്ണൻ എഴുതിയ സാഖ്യതത്വ കൗമുദിയല്ലോ, ഇതെല്ലാം പിന്നീട് വന്നവർ എഴുതിയപ്പെട്ടതാണ്. കപിലനാൽ എഴുതപ്പെട്ടതല്ല. പക്ഷേ ആയുർവേദ ആചാര്യന്മാരെ സാഖ്യം അപ്പടി തന്നെ എടുക്കാൻ നിർബന്ധിതരായി. അതുകൊണ്ടാണ് ചരകസംഹിതയിൽ കഥിതാപുരുഷിക എന്നൊരു അധ്യായമുണ്ട്. എന്താണ് പുരുഷൻ? കഥിതാപുരുഷിക എന്നത് ചോദ്യമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് തന്നെ ചോദ്യമാണ്. കഥിതാപുരുഷിക, എന്താണ് പുരുഷൻ എന്നുള്ള ആ അധ്യായത്തിലും, അതുപോലെ സുശ്രുത സംഹിതയിൽ സർവഭൂത ചിന്താശാലികൾ എന്ന് പറയുന്ന അധ്യായത്തിലും ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 25 തത്വങ്ങളുടെ 24 തത്വങ്ങളുടെ സംയോഗം കൊണ്ട് പുരുഷനുണ്ടായി. പ്രകൃതിയിൽ തന്നെയാണ് ഉണ്ടായത്. പിന്നീട് ഈ 24 ഇതിലൂടെ ചേർന്ന് പ്രത്യേക ഒരു വ്യക്തിത്വമായി മാറി പുരുഷനുണ്ടായി. അതുകൊണ്ട് പുരുഷൻ പ്രകൃതിയുമല്ല വികൃതിയുമല്ല. മൂല്യപ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമല്ല, പക്ഷേ പ്രകൃതിയിൽ നിന്ന് പരിണമിച്ച് വരുന്നതുമല്ല. കാര്യം ബാക്കി പിന്നീടുണ്ടായ 25 എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് അതിന് കൊടുക്കുകയുണ്ടായി ബോധത്തിൽ. അപ്പോൾ ഇതിൽ നിന്ന് ഭിന്നമായിട്ടാണ് പിന്നീട് വന്ന വേദാന്തികളെല്ലാം ഈ സാഖ്യകാരികയെ വ്യാഖ്യാനിച്ചത്. നമ്മൾ അവരാരെയും കുറ്റം പറയുന്നില്ല. കാര്യം അവർ വേദാന്തികളെന്ന് പറഞ്ഞാൽ ഈ ലോകം എന്താണെന്നാണ് അവർ രണ്ടും നിന്ന് കൽപ്പിക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? സാങ്കേതിക പുരുഷനെ അല്ല പ്രകൃതിയെ പുരുഷനെ ഒന്നിച്ചു പ്രകൃതിയും പുരുഷനും ഒരേ സ്റ്റാറ്റസ് കൊടുത്തു. പ്രകൃതി നമ്മളെല്ലാം പരിണമിച്ച് വന്നതെങ്കിൽ പുരുഷനാണ് ഇതിൻ്റെ ഉപഭോക്താവ്. പുരുഷൻ പ്രത്യേകത്തിന് വേണ്ടി എല്ലാം ഉണ്ടായതെന്നൊക്കെയുള്ള ഇതുകൊണ്ട് മറ്റ് വേദാന്തികളും പിന്നീട് അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. പലപ്പോഴും ആയുർവേദ പല ആചാര്യന്മാരും പിന്നീട് വന്ന ആചാര്യന്മാരും അതിനെ പിൻപറ്റുന്നുമുണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾ തള്ളിക്കളയല്ല. പക്ഷെ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രകൃതിയിൽ നല്ല പിന്നീടാണ് പുരുഷൻ ഉണ്ടായി വന്നത് എന്ന് ഒരു വാദം ആദ്യകാല സാഖ്യന്മാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടാണ് പിന്നീട് വേദാന്തിയും ബാക്കിയുള്ളവരുമായിട്ട് സാഖ്യത്തിനെ വ്യാഖ്യാനിച്ചതും സാഖ്യത്തിനെ പുനർനിർമ്മിച്ചതും. അപ്പോൾ സാഖ്യവും യോഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യോഗം സ്വതന്ത്രമായ ഒരു ഫിലോസഫി തന്നെയാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് യോഗത്തിനൊരു ഡെഫിനേഷൻ പറഞ്ഞിരുന്നത് സാഖ്യം എന്ന് പറയുന്നത് സാഖ്യകാരിക അതല്ല. യോഗ എന്ന് പറയുന്നത് ഒരു വാക്കും കൂടെ ആഡ് ചെയ്തു, സേശ്വര സാഖ്യമാണ് യോഗം. ഈശ്വരനെ സങ്കല്പിച്ച സാഖ്യമാണ് യോഗം എന്ന് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ യോഗത്തിന് ആദ്യം എടുത്തതാണ് സേശ്വര സാഖ്യമാണ് യോഗ. അതുകൊണ്ട് ഈശ്വരനെ സങ്കല്പിച്ചത് യോഗമായി. ശരിയാണ്, ഈശ്വരനെ കുറിച്ചുള്ള ആദ്യ സങ്കല്പം ഇല്ലെങ്കിൽ ആദ്യ പരാമർശം വരുന്നത് യോഗയിലാണ്. അതോടുകൂടി യോഗ ഈശ്വരന്റെ ഇതായി പിന്നീട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ യോഗയിൽ പറയുന്ന ഈശ്വരൻ എന്താണ്? എനിക്ക് തോന്നുന്നു 5 ശ്ലോകങ്ങളും ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം ഈശ്വര പ്രണീതാനാഥ, അത് കഴിഞ്ഞിട്ട് പുരുഷനെ പറയുമ്പോൾ ഒരു വിശേഷ പുരുഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 25 തത്വങ്ങളുടെ സംയോഗം കൊണ്ടുണ്ടായ പുരുഷൻ. ആ പുരുഷൻ എന്തിനാണ്? ഈ പ്രകൃതിയെ ഉപജീവിച്ച് കഴിയുന്നതിനാണ് ഭോക്താവാണ്. ഭോഗ്യവസ്തു പ്രകൃതി. അപ്പോൾ ആ പ്രകൃതിക്ക് പിന്നീട് യോഗദർശനം ഒരു പുതിയ സ്റ്റാറ്റസിലേക്ക് വന്നു. എന്താണ്? വിശേഷ പുരുഷൻ. സാധാരണ പുരുഷന്റെ വിശേഷ പുരുഷൻ, വിശേഷമുള്ള ഒരു പുരുഷനെ സാഖ്യം നിർദ്ദേശിക്കുന്നുണ്ട്. വിശേഷ പുരുഷന്റെ പ്രത്യേകത എന്താണ്? പദ്യം പറഞ്ഞു. അതായത് ക്ലേശകർമ്മ വിഭാഗങ്ങൾക്ക് അതീതനായ ഒരു പുരുഷനാണ്. ക്ലേശം, കർമ്മം, നമ്മൾ കർമ്മബന്ധങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പറയാറുണ്ട്. അതിനെല്ലാം അതീതനായ ഒരു പുരുഷനാണ്. ആ പുരുഷനെയാണ് യോഗം സങ്കല്പിച്ചത്. കർമ്മങ്ങൾക്ക് ആ പുരുഷനാണ് ഈശ്വരൻ എന്നും പറയുന്നത്. അതിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നീട് വരാം. ആ ഈശ്വരന്റെ ശബ്ദമാണ് പ്രണവം എന്നും പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഗുണവും പറയുന്നുണ്ട്.
ആ പുരുഷന്റെ ശബ്ദമാണ് ഈശ്വരൻ, അതാണ് പ്രണവം. ആ പ്രണവത്തിന് നമ്മൾ എപ്പോഴും ജപിക്കുന്നു. അതിൻ്റെ അർത്ഥം ജപേ പദാർത്ഥ ഭാവനം, അതിൻ്റെ അർത്ഥത്തിനെ എപ്പോഴും ചിന്തിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൈവല്യഭാഗം എടുത്തു നോക്കിയാൽ അറിയാം എന്താണ് കൈവല്യം എന്ന് പറയുന്നുണ്ട്. എന്താണ്? സ്വസ്വരൂപ അവധാനം. പുരുഷൻ സ്വന്തം സ്വരൂപം എന്നാണ് തിരിച്ചറിയുന്നത് എന്നാണ് കൈവല്യം. ആ കൈവല്യമാണ് ഇവിടെ തുടക്കത്തിലും പറയുന്നത്. എന്താണ് തുടക്കം? വളരെ വളരെ ശാസ്ത്രീയമായിട്ടാണ് യോഗശാസ്ത്രം, പതഞ്ജലി യോഗസൂത്രം തുടങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അല്പം മാറുന്നത്. പതഞ്ജലി യോഗസൂത്രം തുടങ്ങുമ്പോൾ ഇങ്ങനെ സാധാരണ ഒരു ഇന്ത്യൻ ഭാരതീയ പരമ്പരയനുസരിച്ച് കൃതികൾ എഴുതുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. ആദ്യം ഒരു മംഗളാശ്ലോകം, പിന്നെ ഗുരുവിനെ വർണ്ണിക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രയോജനം, ഉദ്ദേശം, അത് കഴിഞ്ഞിട്ട് പറയും ഈ പുസ്തകം എഴുതാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളം. അതിന് പൊതുവെ ഇന്ത്യൻ രീതിയിൽ പ്രമാണങ്ങളെന്ന് പറയും. പ്രമാണങ്ങൾ. അപ്പം ഞങ്ങളും ആയുർവേദമൊക്കെ പഠിക്കുന്ന കാലത്ത് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പദ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയൊക്കെ പരീക്ഷയ്ക്ക് വൈദ്യുതി കിട്ടുമ്പോഴേ പെട്ടെന്ന് ചേർത്ത് ജ്വരം പറയുന്നു പദ്യം ഓർമ്മയില്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്നൊക്കെ രണ്ടുപേരിലേക്ക് അറിയിക്കും. നമ്മൾ പ്രമാണം പറയുന്നു പറയും, കാര്യം പറയുക, അതിൻ്റെ അർത്ഥം പറയണമെന്ന് പറയും. അത് പറ്റില്ല, പ്രമാണം പറയാൻ പറയും. അപ്പം പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ ഈ വീട്ടിൽ വസ്തുവൊക്കെ എഴുതി ഒരു ഡോക്യുമെൻ്റാക്കി വയ്ക്കുന്നതിനാണ് പ്രമാണം എന്ന് പറയുന്നത് അല്ലേ? ആധാരമുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പ്രമാണം എന്നാണ് പറയുന്നത്. അപ്പം ഭ്രമയ്ക്ക് വിഷയമായതാണ് പ്രമാണം. പ്രമാണം പറഞ്ഞാൽ ബുദ്ധി. നിങ്ങളുടെ ബുദ്ധിക്ക് എങ്ങനെയാണ് ഇത് വിഷയമായി വന്നത് എന്നുള്ളതാണ് പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പം പ്രമാണങ്ങൾ അതൊക്കെയാണ്. ഇപ്പം ആയുർവേദം എടുത്താലും സാഖ്യ കാര്യം എടുത്താലും ഒക്കെ പ്രമാണം ആദ്യം പറയും പ്രത്യക്ഷമാണ്. പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളും അനുഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഞങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്നത്. രണ്ട്, അനുമാനം. ഈ പ്രത്യക്ഷത്തിൽ കണ്ട കാര്യം നേരത്തെ ഉള്ള ഒരു കാര്യം നേരത്തെ തീ കത്തിച്ചപ്പോൾ പോകുന്നുണ്ട്. ആ പുക ഇപ്പോൾ എവിടെയെങ്കിലും കണക്കുമായിട്ടുള്ള നിരന്തര ബന്ധം നമ്മളെ അനുഭവത്തിലുള്ളത് ഉടനെ അനുമാനം പ്രമാണം. അനുമാനവും പ്രമാണമാണ്. അനുമതി പറഞ്ഞാൽ പ്രമാണം അനുമാനം. അത് കഴിഞ്ഞിട്ട് പിന്നീട് പല പല പ്രമാണങ്ങളുണ്ട്. അനുമാനം. ശാബ്ദം എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ശബ്ദം എന്ന് പറഞ്ഞാൽ ഇപ്പം ആധുനിക അർത്ഥവും പഴയ അർത്ഥവും ഞാൻ പറയാം. ശബ്ദം എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറയുന്നത് ശബ്ദം എന്നാണ് ആദ്യത്തെ അർത്ഥം പറയുന്നത്. വേദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് 100% ശബ്ദം. അതുകൊണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുള്ള ശബ്ദം. പിന്നീട് വന്നപ്പോഴത്തേക്കും അങ്ങനെയല്ല, ആപ്തവചന പ്രമാണം. ആപ്തവചനത്തിനും പ്രമാണത്തിന്റെ പര്യായമായിട്ടുണ്ട്. ആപ്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആപ്തൻ, സത്യദർശിയാണ് ആപ്തൻ. സത്യദർശിയായ ആളുകൾക്ക് സത്യം മാത്രമേ പറയാനൊക്കൂ. അവരെന്ത് പറഞ്ഞാലും അത് സത്യമാകും എന്നുള്ളത് കൊണ്ട് ആപ്തവചന പ്രമാണമായി വലിയ കാര്യങ്ങളാണ് എടുത്തിട്ടില്ല. ആപ്തവചന പ്രമാണം, അതിനാണ് ശാബ്ദം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞു വെക്കും ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രമാണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപമാനമുണ്ട്, അർത്ഥാഗത്യമുണ്ട്. ഇങ്ങനെ പല പ്രമാണങ്ങളും പല ശാസ്ത്രങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് പതഞ്ജലി യോഗസൂത്രത്തിൽ. പതഞ്ജലി യോഗസൂത്രം വളരെ രസകരമായിട്ടാണ്. പ്രമാണം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ശ്ലോകമായിട്ടാണ് ഇവിടെ സാറ് പറഞ്ഞതുപോലെ യോഗ ചിത്തവൃത്തി നിരോധ. അടുത്ത് പറയുന്നത് തഥാ ദൃഷ്ട സ്വരൂപ അവധാനം. അത് യോഗത്തിലൂടെ എന്താ കിട്ടും? അത് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? സ്വന്തം സ്വരൂപം എന്താണ് എന്ന് യോഗം കൊണ്ട് അറിയാൻ പറ്റും. ഇത് തന്നെയാണ് കൈവല്യ സ്ഥലത്ത് ഞാൻ പറയുന്നത്. സ്വസ്വരൂപ അവധാനം, അതാണ് കൈവല്യമെന്നും അവസാനം പറയുന്നത്. അടുത്തതുണ്ട്, അടുത്ത് പറയുന്നതുണ്ട് വൃത്തി കൊണ്ട് സ്വരൂപം അറിയാൻ പറ്റില്ല. മനസ്സിൽ പല വൃത്തികളുള്ളതുണ്ട്. വൃത്തി എന്താണെന്ന് നമ്മൾ താഴോട്ടുള്ള പദ്യങ്ങളിൽ വരുന്നുണ്ട്. വൃത്തി ഏതൊക്കെയാണ്? പ്രമാണ വിപരീത വികല്പ നിദ്രാസ്മൃതയ. ഇതാണ് വൃത്തി. പ്രമാണം വൃത്തിയാണ്. പ്രമാണം മനസ്സിന്റെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ശാസ്ത്രം എനിക്ക് തോന്നുന്നു പതഞ്ജലി യോഗസൂത്രം മാത്രമേ. പ്രമാണം നിങ്ങൾ കാണുന്നത് വൃത്തിയാണ്. അപ്പൊ അത് ശരിയല്ല. അത് കണ്ടത് പറഞ്ഞാൽ അതിലായി പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം?
ധ്യാനാദി ബാക്കി കർമ്മ നമ്മളെ പറഞ്ഞിരിക്കുന്ന ധ്യാനാദി പ്രൊസീജിയറിലൂടെ നമ്മുടെ സ്വസ്വരൂപ അവധാനത്തിലെത്തിയാൽ കൈവല്യ പ്രാപ്തിയിലെത്തിയാൽ മാത്രമേ സത്യദർശനം അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്രമാണം എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രമാണം ഇതെല്ലാം പ്രത്യക്ഷ അനുമാന ആഗമ പ്രമാണം താഴെ പറയുന്നുണ്ടെങ്കിലും പ്രമാണം വൃത്തിയാണ് എന്ന് പറയുന്നത്. സത്യം പ്രമാണവും വൃത്തിയാണ്. അപ്പം പ്രമാണത്തിനെ കൂടി വൃത്തിയിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇനി ഒരു വാക്ക് കൂടി ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുണ്ട്. ചിലപ്പറ്റി പറയേണ്ടതായിരുന്നു സൂത്രം. നമ്മുടെ ഗ്രന്ഥത്തിന്റെ പേര് സൂത്രമെന്നാണ്. എന്താണ് സൂത്രം? ഈ സൂത്രത്തിന് സമാനമായിട്ട് തമിഴിൽ പറയുന്ന വാക്ക് നൂലിന്. തമിഴില് അവര് സിദ്ധർ പാടലിന് സിദ്ധർ നൂലെന്നൊക്കെ പറയും. നൂലെന്ന് പറഞ്ഞാലും ശാസ്ത്രം തന്നെ. അപ്പോൾ സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ ഗ്രന്ഥരചനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക രീതി വിധാനമാണ്. അന്ന് ഈ പറഞ്ഞതുപോലെ പേപ്പർ തന്നെ കണ്ടുപിടിച്ചത് ഈജിപ്തിലാണ്. ടൈപ്പർ അല്ലേ? ഇവിടെ പേപ്പറല്ല, പനയോടെയും താളിയോടെയും ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ എഴുതാനൊക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. വായന വന്നിട്ട് ഇന്നത്തെ ന്യൂസ് പേപ്പറിനെ പോലെ ഇന്ന് പറഞ്ഞ വൈകുന്നേരം ഒരു പേപ്പറിലേക്ക് അടിക്കാനൊന്നും അന്ന് സൗകര്യമില്ലാത്തതുകൊണ്ടാവാം ഇതിനെ ചുരുക്കി എഴുതി വയ്ക്കേണ്ടി വരുന്നത്. അതിനാണ് സൂത്രം എന്ന് പറയുന്നത്. സൂത്രത്തിന്റെ ഡെഫിനിഷൻ അല്പാക്ഷരം. അല്പാക്ഷരം വളരെ കുറച്ചതാണ്. നിങ്ങളിപ്പോൾ സൂത്രം എടുത്ത് നോക്കിയാൽ ശിവകാശിന്റെ ഒരു നിരോധ എത്ര മണിക്കൂർ വേണോ ഇപ്പോൾ എഴുതാനും പറയാനും ഉള്ള ഒരു കാര്യത്തെ ഒറ്റ സൂത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം അല്പാക്ഷരം. പക്ഷേ അല്പാക്ഷരമാണെങ്കിലും അല്പാക്ഷരം എന്നുള്ള അതൊരു ഇതൊന്നുമല്ല. അസന്നിഗ്ധം എന്ന് പറഞ്ഞാൽ അസന്നിഗ്ധമാണ്, സംശയത്തിന് അതീതമായ കാര്യമാണ്. അസന്നിഗ്ധം ബഹു അർത്ഥം, പല അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ച വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ബഹു അർത്ഥം വിശദോമുഖം, അതാണ് പ്രധാനം. ഇതിനെ വിശദീകരിക്കാം. ഒരു ശ്ലോകത്തിന് ഒരു പുസ്തകമായിട്ട് വേണമെങ്കിലും വിശദീകരിക്കാം. ബഹു അർത്ഥം വിശദോമുഖം തസ്മാ സൂത്രമേ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് സൂത്രം എന്ന് പറയുന്നത്. അപ്പൊ സൂത്ര രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ ഈ അടുത്ത വർഷം പൈതൃക യോഗസൂത്രം വളരെ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള പ്രചാരകരാണ് ഇരിക്കുന്നത് കൊണ്ട് സൂത്രം എന്നുള്ള രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആ സൂത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം, വളരെയധികം അർത്ഥം പാക്റ്റായിട്ടുള്ള ചെറിയ ചെറിയ സെന്റൻസുകളാണ്. അതിൻ്റെ അർത്ഥങ്ങൾ ഇത് പറയാൻ കഴിയുകയാണ്. നമ്മളിത് അറിഞ്ഞിരിക്കുന്നു സൂത്രം എന്താണ്. ഇതിന് വിശദീകരിക്കുമ്പോഴാണ് ഇത് വലിയ വലിയ ഗ്രന്ഥങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൂത്രം ഇതാണ്. അതിനെഴുതിയിട്ട് സാഖ്യത്തിൻ്റെ ഒരു യോഗഭേദമാണ്, ഇല്ലെങ്കിൽ വേറൊരു സാഖ്യത്തിൽ ഉരുത്തിരിക്കുന്ന ശൈശവ സാഖ്യമാണ് യോഗം. അപ്പോൾ അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈശ്വരൻ, സാഖ്യത്തിലെ ഈശ്വരൻ അല്ല, സാഖ്യത്തിലെ യോഗത്തിലെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി കർത്താവായ ഒരു ഈശ്വരനല്ല. അതേസമയം എന്താണ് വിശേഷ പുരുഷനായ ഒരു ഈശ്വരനാണ്. അതായത് കർമ്മവിഭാഗമില്ലാത്ത, കർമ്മക്ലേശവിഭാഗമില്ലാത്ത ഒരു ഈശ്വരനാണ്. അത് നിരതിശയം ആണ്. നിരതിശയവും സർവ്വവ്യാപിയുമാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈശ്വരനെ ഗുരുവാക്കാനും പറയുന്നത്. അപ്പോൾ ഒരു യോഗി സ്വസ്വരൂപ ദർശനം കിട്ടിക്കഴിഞ്ഞ്, സത്യദർശനം കിട്ടിക്കഴിഞ്ഞ് സത്യദർശനം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഈശ്വരനാവുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളെല്ലാം ഈശ്വരന്മാരായി ഉയർത്താനുള്ള രീതി വിധാനമാണ് യോഗ. പക്ഷെ ഈ യോഗയുടെ ഈശ്വര സങ്കല്പത്തിന്, ഈശ്വരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈശ്വരൻ, ഒരു ഭരണകർത്താവ്. അപ്പൊ ശരീരത്തിലിരുന്ന് ഭരണകർത്താവ്, പ്രപഞ്ചത്തിലിരുന്ന് ഭരണകർത്താവ്, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ വിപുലീകരിച്ചാണ് പിന്നീട് ഭാരതത്തിലുടനീളം ഈ 30 ദൈവങ്ങളെയും സൃഷ്ടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ വേദങ്ങളിലൊന്നും ഇന്നുവാണെന്ന് ഈശ്വരനൊന്നും ഇല്ല. പിന്നീട് ഇത് വന്നതാണ്. ഈശ്വര ശബ്ദത്തിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞത് യോഗയാണ്. കഴിഞ്ഞ ഈ യോഗയുടെ യോഗ വർഷം ഇപ്പോൾ ആചരിക്കുന്നുള്ളതുകൊണ്ട് യോഗ ദിനത്തിൽ കുറേ തിരുവനന്തപുരത്തൊക്കെ ഉള്ളത് ഓരോ കോളേജുകളിലൊക്കെ സെമിനാർ നടക്കും. അപ്പോൾ ഇവിടെ പലയിടത്തും പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ ഒരു യുക്തിവാദി ഒരാളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിഞ്ഞുമായിരിക്കും, രവിചന്ദ്രൻ. അപ്പോൾ രവിചന്ദ്രൻ്റെ അത് ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നത് നമ്മൾ പോയാലും
അദ്ദേഹം ഈ പ്രസ് ക്ലബിൽ യുക്തിവാദികളോട് സംസാരിച്ചു. അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സൂപ്പർസ്റ്റിഷൻ, അത് ദൈവത്തിന് സങ്കല്പിച്ചിട്ട് അതിനൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവിടെ പോയ ഒന്ന് രണ്ട് പേര് ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് അതേപറ്റി എടുത്തു തിയോസഫിക്കൽ സൊസൈറ്റിയിൽ കൊണ്ടുവന്നു. അപ്പൊ അത് നമ്മൾ അത് കണ്ടപ്പോൾ പാവം എന്നൊരു പറഞ്ഞിരുന്നു. ഇദ്ദേഹം പൈതൃക യോഗസൂത്രം അതിന് വിമർശിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ദൈവം ഒരു വാക്കുകളാണ്. അപ്പൊ അത് ദൈവം എന്താണ് അങ്ങേറെ മനസ്സിലിരിക്കുന്ന ദൈവത്തിനെയാണ് അവിടെ ദൈവമായിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. എന്നിട്ട് ഇത് പ്രമാണത്തെ പോലും അംഗീകരിക്കാത്ത ഒരു ശാസ്ത്രം, പ്രമാണം പോലും വൃത്തിയാണ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം, എന്തുമാത്രം സയന്റിഫിക് ആയിരിക്കും അതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതിന് പറയുന്ന ഈശ്വരൻ പുരുഷ വിശേഷമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. ഒടുവിൽ ഈ നമ്മുടെ അവിടെ പങ്കെടുത്ത ആൾ നിന്ന് തർക്കിക്കുകയൊക്കെ ചെയ്തു. തർക്കിച്ചപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരും. അവിടെയൊക്കെ നമ്മളെ ഇതിനെ ശരിക്കും പഠിച്ചുകൊണ്ട് മുന്നോട്ടേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വൃത്തി യോഗം എന്ന് പറഞ്ഞത് ശേഷന സംഖ്യമാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ എന്ന് പറയുന്നത് വിശേഷ പുരുഷനാണ്. വിശേഷ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ദൈവമായിട്ടുള്ള പുരുഷനല്ല. ഭഗവത്ഗീത നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വിശേഷ പുരുഷൻ, പിന്നെ ഉത്തമ പുരുഷൻ, അങ്ങനെയൊക്കെയുള്ള പുതിയ സങ്കല്പമുണ്ട്. ആയുർവേദത്തിൽ തന്നെ വേറെ പുരുഷ സങ്കല്പമുണ്ട്. ആയുർവേദത്തിലെ ബാക്കി പുരുഷന്മാരെയൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയും നിങ്ങൾ ചികിത്സിക്കേണ്ട കാര്യമാണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ് ചികിത്സിക്കേണ്ടത് ഷഡ്ധാതുവർഗീകൃതനായ പുരുഷൻ, അതായത് ശരീരത്തിലെ 6 ധാതുക്കളോടും ജീവനോട് ചേതനാധിഷ്ഠാന പുരുഷ, ചേതനയോടുകൂടിയ ശരീരത്തെയാണ് നിങ്ങൾ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പുരുഷൻ ചേതനയോടുകൂടിയ പുരുഷനാണ് അവിടെ പറയും. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം എല്ലാത്തിലും വരുത്തുന്നുണ്ട്. അങ്ങനെ മാറിപ്പോയതാണ് യോഗ ദർശനത്തിനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ കർമ്മവിഭാഗത്തിന് അതീതനായ വിശേഷ പുരുഷനാണ്. ഇത് പിന്നീട് ഗുരുവായിട്ട് സങ്കല്പിക്കുന്നത് അത് ഒരു യഥാർത്ഥ ജ്ഞാനിയെ സത്യ ദർശകനായിരിക്കണം യോഗ ഗുരുവായിട്ട് വിളിക്കുന്നത് ഇല്ലാതെ. എന്നിട്ട് പറയുന്നുണ്ട് ഈശ്വരൻ പ്രതിനിധാനാകുക, ഇഷ്ടദേവനെ ആരാധിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് എങ്കിൽ പോലും ഈശ്വരൻ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഉന്നതമായ ഈശ്വര സങ്കല്പം ബാക്കിയുള്ളവരുടെ നിന്നുള്ള വ്യത്യാസമാണ്. ഇതാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തവും യോഗവും തമ്മിലുള്ള ഈ 25 തത്വങ്ങളുടെ ശരിയായ അറിവുകൊണ്ട് പഞ്ചഭൂതങ്ങളുടെ പഞ്ചകർമാക്കളുടെ അത് കഴിഞ്ഞിട്ട് മഹത്തത്വത്തിന്റെ അഹങ്കാരം അറിവുകളുടെ മഹത്തത്വത്തിന്റെ അറിവുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന ഒന്നിന്റെ വാക്കുകളിൽ പറയുന്നുണ്ട് സർവഗ്രഹത്വവും സർവത്വവും, എല്ലാത്തിനെയും അറിയുന്ന അവസ്ഥയിലേക്ക് സാധനം എത്തിച്ചേരും. അത് നിർബീജ സമാധിയെല്ലാം കഴിയുമ്പോഴാണ് എല്ലാം അറിയുന്ന സർവത്വത്വം എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പോഴാണ് കൈവല്യം വരുന്നതെന്ന് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിലെത്തിച്ചേരാനുകൊണ്ട് അവർക്ക് അനുഭവ വിഷയമായി പറയാൻ പറ്റില്ല. യോഗ എന്നാണ് പറഞ്ഞാൽ യോഗയുടെ പ്രമാണം ഏതെന്ന് ചോദിച്ചാൽ അതും നമ്മൾ ചർച്ച ചെയ്യണം. യോഗയുടെ പ്രമാണം ഏതെന്ന് ചോദിച്ചാൽ ഈ പ്രമാണങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും അനുഭവമാണ് യോഗയുടെ പ്രമാണം എന്ന് പറയേണ്ടി വരും. അത് വ്യക്തിനിഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ ഈ അനുഭവം ഒന്നും വാക്കുകളാൽ സംഗ്രഹിക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും പലതും. അപ്പൊ അതുകൊണ്ടാണ് അധികം പുസ്തകങ്ങളില്ലാത്തതും അധികം ആചാര്യന്മാർ പറയാത്തത്. വളരെ അനുഭവിച്ചവരാരും പിന്നെ അതനുസരിച്ച് ജീവിക്കുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അവർക്ക് പിന്നെ പുസ്തകം എഴുതി വയ്ക്കാനൊന്നും സമയം കിട്ടില്ല എന്നല്ല, അതിലൊന്നും അവർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. എല്ലാം അറിഞ്ഞ ആളുകൾ ലോകം മുഴുവൻ ഇത് ഭാവി ഭൂതവും വർത്തമാനവും എല്ലാം അറിയുന്ന ആളുകൾ കാലത്തിനപ്പുറത്ത് അറിഞ്ഞ ആളുകൾ ഒരു പുസ്തകം എഴുതാനൊന്നും പോകില്ല. അതുകൊണ്ടായിരിക്കും യഥാർത്ഥ ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എത്തിയവർ അവരാണ് ആയിരിക്കണം. ഒരുപക്ഷെ വേദാന്തം ഈ ലോകമല്ല എന്ന് ആദ്യം കണ്ടെത്തിയത് അതിനെ പിൻവലിക്കുകയാണെന്നും പിന്നീട് വേദാന്തികളൊക്കെ പറഞ്ഞു തുടങ്ങിയത്. വേദാന്തികൾ ഉപയോഗിച്ച് നമ്മളെ പോലെ ധാരണാധ്യാന സമാധി യമനിയമാദികളൊന്നുമല്ല. അതിന് പകരം അവരുപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്? ശ്രവണ മനന വിന്യാസം. അല്ലേ? ശ്രവണം കേൾക്കണം. ആദ്യം പറയുന്നത് അത് കേൾക്കണം. കേട്ടിട്ട് പിന്നീട് അതിനെക്കുറിച്ചിട്ട് മനനം ചെയ്യണം. പിന്നീട്
അത് കഴിഞ്ഞിട്ട് സാധനാസമ്പത്തി. നമ്മുടെ യമനിയമാദികളും വേദാന്തിയിൽ ഉപയോഗിക്കുന്ന, അതും നമ്മൾ അറിഞ്ഞിരിക്കും, വേദാന്തിയിൽ ഉപയോഗിക്കുന്ന ടൂളുകളാണ് സാധനാചതുഷ്ടയം. ആ സാധനാചതുഷ്ടയങ്ങളിൽ ഫലബോധത്യാഗം ഇതൊക്കെ അവസാനം അവർ സമാധാനം എന്ന് പറയുന്നുണ്ട്. അരവിയുടെ സമാധാനം, അല്ലേ? സമാധാനത്തിന് വരുന്നത് നമ്മളതിൻ്റെ രസസ്വരൂപ അവധാനം വരുന്നുണ്ട്. എന്താണ് സമാധാനം എന്നുള്ള വേദാന്തങ്ങളുടെ പരിശീലനം മാറ്റി പറയുന്നത്? എപ്പോഴും നമ്മുടെ മനസ്സിന് ബ്രഹ്മത്തിൽ തന്നെ വെച്ചിരുന്നാൽ അതാണ് സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തുള്ള ബ്രഹ്മത്തിൽ തന്നെ വെച്ചത്. അത് ഏതാണ്ട് നമ്മുടെ ഇതുപോലെ ആണ് വരുന്നത്. നമ്മൾ സമാധിയിലും വരുന്നത് അതാണ്. മനസ്സിൻ്റെ എന്താണ് ധ്യാനത്തെ പറ്റി ഒരു എളുപ്പ ഡെഫിനിഷൻ കണ്ടിട്ടുള്ളത് ധ്യാനം നിർവിഷയമെന്നല്ല. സാറ് പറഞ്ഞു ധ്യാനം നിർവിഷയമെന്നല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു വിഷയവും ഇല്ലാതിരിക്കുന്നതാണ്. അപ്പം മനസ്സ് പൂർണ്ണമായും ശൂന്യമായി ഇരിക്കുന്ന അവസ്ഥ. മനസ്സിന്റെ വിഷയങ്ങൾ ഏതൊക്കെയാണ്? മനസ്സിന്റെ വിഷയം അതും ആയുർവേദ ഗ്രന്ഥത്തിലുണ്ടല്ല, അതാണ് സാറ് കാണാറുള്ളത്. ആയുർവേദ ഗ്രന്ഥത്തിലുണ്ട് മനസ്സിന്റെ വിഷയം. ചിന്തിയും വിചാരമോ, ഞാൻ മുൻപ് തോന്നുന്ന ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് തോന്നി. ചിന്തിയും വിചാരം ഊഹ്യം പ്രളയം സങ്കല്പം. ചിന്ത, മനസ്സ് ഒരു പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു കാര്യത്തിനെ കുറിച്ച് ഇപ്പം ഇവിടെ നിന്ന് വേറൊരു വീട്ടിൻ്റെ കാര്യങ്ങളെ ചിന്തിക്കാം. വിചാരം എന്ന് പറഞ്ഞാൽ വിശേഷമുള്ള ചാര, മനസ്സെപ്പോഴും ആലോചിക്കൊണ്ടിരിക്കും. അത് അതിൻ്റെ പ്രകൃതമാണ്. അപ്പം വിചാരം, ധേയം, അതിന് ചില കാര്യങ്ങൾ അറിയാൻ പറ്റും. ധേയം, സങ്കല്പം, ചിന്തി, വിചാരം, ഊഹ്യം, അതിനെ അനുഭവിച്ചെടുക്കാൻ കഴിയും. നേരത്തെ ഉള്ള അനുഭവം ഉണ്ടെങ്കിൽ അതുമായിട്ട് നമ്മളെ വാസനയായിട്ട് കണക്ട് വെച്ച് ഊഹിച്ചെടുക്കാൻ കഴിയും. പിന്നീട് വരുന്നതാണ് സങ്കല്പം. അപ്പോൾ ഈ 5 എണ്ണം ആണ് മനസ്സിൻ്റെ വിഷയങ്ങൾ. ഈ 5 വിഷയങ്ങൾക്ക് അപ്പുറം മനസ്സിന് ഇല്ലാതിരിക്കുന്നതാണ്. ഈ 5 വിഷയങ്ങളിലുള്ള വൃത്തി, നേരത്തെ പറഞ്ഞതുപോലുള്ള വൃത്തി ഇല്ലാതെ വരുന്നതാണ് ധ്യാനം. ധ്യാനം നിർവിഷയമാണ്. അവിടെ മനസ്സ് മാത്രമായി തീരും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ മനസ്സ് മാത്രമായി തീരുന്നതാണ് ധ്യാനം. അപ്പോൾ അതിന് വേറെ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ കണ്ടതോടുകൂടി കവി അറിയ ഇൻഫർമേഷന് വേണ്ടി പറയാം. അപ്പോൾ അവരും ഇത് തന്നെയാണ് പറയുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് വോയിസ് ഓഫ് സൈലൻസ്. പേര് എന്ന് എഴുതുന്നു, വോയിസ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ ശബ്ദം എന്ന പുസ്തകത്തിൻ്റെ പേര്. അതിൽ പറയുന്നത് മൈൻഡ് ഈസ് ദി സ്ലെയർ ഓഫ് ദി റിയൽ. മനസ്സാണ് യഥാർത്ഥ വസ്തുവിനെ ഇല്ലാതാക്കുന്നത്. നമ്മൾ അവിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ലെയർ അവിദ്യയാണ് മനസ്സിനെ യഥാർത്ഥത്തിൽ നിന്ന് മനസ്സിനെ നശിപ്പിച്ച് കളയുക. യാഥാർത്ഥ്യത്തെ നശിപ്പിച്ച് മനസ്സിനെ ബാക്കി സംസാരത്തിൽ നിലനിർത്തുന്നത് എന്നുള്ളത് സ്ലെയർ മനസ്സിനെ കൊണ്ടുകളയുക, മനസ്സിനെ ഇല്ലാതാക്കുക. അതാണ്. അപ്പം അതെങ്ങനെ പറ്റുമെന്നുള്ളതാണ് യോഗത്തിൽ പറയുന്നത്. യോഗത്തിൽ പറയുന്നത് ചിത്തവൃത്തി നിരോധാമെന്ന്. ഇല്ലെങ്കിൽ ചിത്തവൃത്തിയെ പരിഷ്കരിക്കാനോ ഒന്നുമല്ല. ചിത്തവൃത്തി നിരോധം, ചിത്തവൃത്തി ഇല്ലാതിരിക്കുക. അതിനുള്ള മുദ്രകളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ യോഗ സൂത്രത്തിൻ്റെ ഓരോ വാക്കിനെയും നമ്മളെടുത്ത് ഓരോ സൂത്രത്തെ എടുത്ത് വിശദമായിട്ട് അഭിജമിക്കുക. അതെങ്ങനെയാണ് ഇതിന് ഒരർത്ഥത്തിൽ ഇന്ത്യയും സൈക്കോളജിയും വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സാധാരണക്കാലത്തിലൊക്കെ വരുന്നുണ്ട്. മനസ്സ് എത്ര നിമിഷം കഴിഞ്ഞാൽ മാറും എന്നുള്ളത് അതെല്ലാം എടുത്ത് പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അപ്പം മനസ്സ് നിർവിഷയമായാലെങ്കിൽ, മനസ്സ് ശൂന്യമായാൽ എന്ത് പറ്റും? വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി മനസ്സ് ശൂന്യമായാൽ എന്ത് പറ്റും? യോഗ ടെർമിനോളജിയിൽ പറയണ്ട, അത് നമുക്കറിയാം. മനസ്സാണ്, ബ്രെയിനാണ് ശരീരത്തിലെ ഏറ്റവും പ്രവർത്തനക്ഷമമായ ഭാഗം. അല്ലേ? അതിൻ്റെ തലപ്പമില്ല. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്. മനസ്സ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ അടിസ്ഥാനം മനസ്സാണ്. ഇപ്പോൾ മനസ്സിൻ്റെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ശിരസ്ഥാലും അന്തരഗ്രഹവും, ശിരസിനും താലും ഇടയ്ക്കാണ്. അപ്പം അവിടെയാണ് മനസ്സ്.
അപ്പോൾ അത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിനെ നമുക്ക് ബോധപൂർവ്വം നിർത്തി വെച്ചാൽ എന്ത് കിട്ടും? പ്രവർത്തിക്കുന്നതിന് എന്ത് വേണം? എനർജി വേണം. അപ്പം നിർത്തി വെച്ചാൽ വേറെ ഒരു കാര്യം, ഫിസിയോളജിക്കൽ നോക്കിയ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് കൺസ്യൂം ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പം ബ്രെയിനിന്റെ പ്രവർത്തനം നിർത്തി വെച്ചാൽ എനർജി അവിടെ വരും, ഇല്ലേ? എനർജി ഫ്ലഡ് ചെയ്യും. എനർജി ഫ്ലഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം, ബ്രെയിനിന്റെ 4%, 5% മാത്രമേ ഏറ്റവും പ്രസിദ്ധനെന്ന് ബ്രെയിൻ ഉപയോഗിച്ച ആളുകൾ നമ്മളൊക്കെ കരുതുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്ട്രാ എനർജി നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന എനർജിയെ ഭാഗങ്ങളാൽ ഉദ്ദീപിക്കും, അതിന് പ്രവർത്തനക്ഷമമാകും. അതാണ് യോഗത്തിന്റെ ഡ്യൂട്ടി. സയന്റിഫിക് മോഡേണായിട്ട് നമ്മൾ എടുക്കാത്ത ഈ പ്രവർത്തിക്കാൻ കഴിയുന്ന ബ്രെയിനിന്റെ ഭാഗങ്ങളെ പ്രവർത്തിപ്പിക്കാനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്, പ്രാണായാമം ചെയ്യുന്നത്. പ്രാണായാമത്തിന്റെ ഗുണം പറയാം. പ്രാണായാമം ക്ഷീയത പ്രകാശാവരണം. നേരത്തെ സ്വാമി പറഞ്ഞപ്പോൾ പറഞ്ഞു ബിന്ദു കാണുന്നവരെ കൈകൊണ്ടാൻ പറഞ്ഞു. ആ പ്രകാശാവരണം ക്ഷയിക്കണം, പ്രാണായാമം കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ക്ഷീയത പ്രകാശാവരണങ്ങൾ. അത് തന്നെ സമാധി ഭാഗത്തിന് അടുത്തും പറയുന്നത് പ്രകാശാവരണം. ഇത് ഒട്ടമാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ ഈ പ്രകാശാവരണം അങ്ങനെ ക്ഷയിക്കുമ്പോഴാണ് ഈ ഗ്ലൂക്കോസിന്റെ എനർജിയുടെ നിസ്ഫാരണം നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. ഇതിനെപ്പറ്റി സമാന്തരമായി ഒരു റെഫറൻസ് കൂടി പറയാം. ജയകൃഷ്ണമൂർത്തി നിങ്ങൾ ചിലരെങ്കിലും കേട്ടതാണ്. ജയകൃഷ്ണമൂർത്തി കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ 20 നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഒരു വലിയ പ്രഭാഷകൻ. അദ്ദേഹം മൈത്രേയൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു എന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റിക്കാർ പറയുന്നത്. എന്തായാലും ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ കേൾവിക്കാരുണ്ടായിരുന്ന ഒരു പ്രാസംഗികമാണ്. മുമ്പ് യോഗയെക്കുറിച്ചല്ല, യോഗയെക്കുറിച്ച് വെച്ചാൽ അദ്ദേഹം പറയും. അദ്ദേഹം ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചത്. അദ്ദേഹം യോഗ ഈ ഭാഗത്ത് യോജിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് when your mind is completely still, extraordinarily still, then the brain will start regeneration. നിങ്ങളുടെ മസ്തിഷ്കം റീജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ യോജിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യോഗശാസ്ത്രം നമ്മൾ അനസിറ്റീസ് പഠിക്കണം. അവിടെ എനിക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. യോഗശാസ്ത്രത്തിൻ്റെതായ ടെർമിനോളജി ഉണ്ട്. അത് പിന്നീട് വേറെ എല്ലാം വിജ്ഞാനം വളരെ പരക്കുകയും വ്യാപിക്കുകയും ചെയ്തപ്പോൾ ഇതിനും വേറെ ശാസ്ത്ര ടെർമിനോളജികളൊക്കെ വെച്ച് വ്യാഖ്യാനിക്കുകയും പറയപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പോലും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പോലും നമ്മുടെ ഭൈരവാനന്ദ സ്വാമി എഴുതിയ ഗ്രന്ഥങ്ങളിൽ പോലും ആത്മശബ്ദമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള യോഗമാണ്. ആ യോഗമാണെങ്കിൽ കൂടിച്ചേർന്ന യോഗം, ജീവാത്മാവും പരമാത്മാവും കൂടിച്ചേർന്നാണ് യോഗം എന്നുള്ള രീതിയിൽ പിന്നീട് വ്യാഖ്യാനപ്പെട്ട ഈ ആത്മാവിൽ നിന്നുള്ള ശബ്ദമൊക്കെ വേദാന്തത്തിൽ വന്നതാണ്. നമ്മൾ അറിയാൻ വേണ്ടിയെങ്കിലും അത് തിരിച്ചറിയണം. വിശ്വസിക്കുന്നത് വേറെ കാര്യം. യോഗത്തിൽ അങ്ങനെ പ്രത്യേക വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. യോഗ അനുഭവം മാത്രമാണ്, അത് അനുഭവിച്ചറിയുക. അപ്പോൾ ആ ടെർമിനോളജിയിൽ നമ്മൾ നിൽക്കണം. അതുകൊണ്ട് എപ്പോഴും പുരുഷനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ചിലർ പുരുഷ പ്രകൃതി സംയോഗമാണെന്ന് യോഗ എന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്താൽ പുരുഷൻ ബാക്കിയുള്ള ബാക്കിയുള്ളവരായിട്ട് സംയോഗം ചെയ്യുമ്പോഴാണ് സംസാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് തിരിച്ച് ഇതിനെല്ലാം നമ്മൾ അറിയുമ്പോഴാണ്. അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധം. അറിയുമ്പോഴാണ് ഈ 24 തത്വങ്ങളെയും നമ്മൾ ഗുണചേരിച്ച് നമ്മൾ ധ്യാനം അറിയുമ്പോഴാണ് നമ്മൾ കൈവല്യ പ്രാപ്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോന്നിനെയും വിട്ടുകളഞ്ഞ് യഥാർത്ഥ പുരുഷൻ എന്താണ് എന്നുള്ള ഇതിലേക്ക് നമ്മുടെ മനസ്സിൽ മറ്റെല്ലാം വിട്ടുപോകുകയും യഥാർത്ഥ പുരുഷന്റെ നമ്മുടെ മനസ്സ് എത്തുകയും ചെയ്യുമ്പോഴേ അതുകൊണ്ടാണ് അതിനെ കൈവല്യം പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്തോ ഇല്ലാതെ എന്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് മോക്ഷം, അല്ലേ? എന്തിൽ നിന്ന് നിവർത്തിക്കപ്പെടുന്നതാണ് മോക്ഷം. യോഗി ഒന്നിൽ നിന്ന് നിവർത്തിക്കപ്പെടുന്നതല്ല. യോഗി സ്വസ്വരൂപം പുരുഷൻ എന്താണെന്ന് അറിയുകയാണ്, അതിനെ കൈവല്യം. അതുകൊണ്ടാണ് ആ കൈവല്യം എന്നുള്ളത്. അതുകൊണ്ട് യോഗ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നതിനുള്ള പിന്നീട് വന്ന വ്യാഖ്യാനങ്ങളാണ്. കൈവല്യപ്രാപ്തി എന്നുള്ളതാണ് അതിൻ്റെ ക്ലാസിക്കൽ ടെർമിനോളജിയുടെ രീതി. അതുകൊണ്ട് നമ്മളെപ്പോഴും കഴിയുന്നത്ര എപ്പോഴും പറ്റില്ല പഠിക്കുന്നത് വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. ഇതാണെങ്കിൽ മോഡേൺ ഫിസിയോളജിയായിട്ടൊക്കെ ചേർത്ത് എന്താണ് മൈൻഡ്ഫുൾനെസ് യോഗ, ഇല്ലേ? പുതിയൊരു യോഗയാണ് മൈൻഡ്ഫുൾനെസ് യോഗ. അപ്പോൾ അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും.
അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആചാര്യന്മാരുടെ കാലടിപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ ചുറ്റും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നിർത്തുന്നത് വലിയ ദിവസം.